ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖമല്ലേ? നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. വളരെ സിമ്പിളായ ഈ രീതി നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ഒരുപക്ഷെ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്ക് സഹായകമാകും എന്ന രീതിയിലാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അതേ സമയത്ത് തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. പാൽപ്പാടിയിൽ നിന്ന് എങ്ങനെയാണ് ശുദ്ധമായിട്ടുള്ള നെയ്യ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ബോട്ടിൽ നിറയെ പാൽപ്പാട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ 2 ആഴ്ചയായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പാടിയായിരുന്നു. ഇപ്പോൾ ഈ ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിറഞ്ഞു കഴിയുമ്പോൾ ഞാനിത് ഉരുക്കി നെയ്യാക്കി മാറ്റും. അതേപോലെ വീണ്ടും ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെ പാൽപ്പാട കളക്ട് ചെയ്ത് വയ്ക്കും. നിറഞ്ഞു വരുമ്പോൾ അത് ഉരുക്കി നെയ്യാക്കി മാറ്റും. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പാൽപ്പാട കളക്ട് ചെയ്ത് വെക്കാനും വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ പാൽ കാച്ചി കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് തണുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു ഹാഫ് ഒരു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പാലിൻ്റെ മേലേക്ക് ഒരു കട്ടിയായിട്ട് പാൽപ്പാട ഇങ്ങനെ ഫോം ചെയ്ത് വരുന്ന കാണാം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ തണുപ്പുള്ളതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് പാൽപ്പാട ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് കളക്ട് ചെയ്തിട്ട് നമ്മളെപ്പോഴും ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ പാൽപ്പാട ഒരു സ്പൂണിൻ്റെ സഹായത്തോടെ തന്നെ ഒരു മിക്സിക്കകത്തേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് നോർമൽ വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബോട്ടിൽ കണ്ടാൽ മനസ്സിലാകും ഇത് കംപ്ലീറ്റ് കാലിയാണ്. ഒട്ടും തന്നെ പാൽപ്പാട് ഇതിനകത്തിപ്പോൾ ഇല്ല. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാൽപ്പാടയും ഐസ് ക്യൂബും 1 ഗ്ലാസ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് 1 മിനിറ്റ് സമയം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ ഐസ് ക്യൂബിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തണുത്ത വെള്ളം വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് മിക്സി അടിച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് 1 മിനിറ്റ് സമയം ഞാനൊന്ന് മിക്സിക്കകത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തതാണ്. നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നുണ്ടാവും. നല്ല റൗണ്ടായിട്ട് തന്നെ വെണ്ണ ഇതിന് മേലേക്ക് ഇങ്ങനെ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സ്പൂൺ കൊണ്ട് തന്നെ മിക്സിക്കകത്ത് വെച്ചിട്ട് തന്നെ നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഈ വെണ്ണ മാറ്റി കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്കാണ് ഈ വെണ്ണ മാറ്റി കൊടുക്കുന്നത്. മുഴുവൻ വെണ്ണയും നമുക്ക് ഇതേപോലെ തന്നെ മാറ്റിയെടുക്കാം. പാത്രത്തിനടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഇടുന്ന വെണ്ണ മുഴുവനും പാത്രത്തിലേക്ക് പറ്റിപ്പിടിക്കും. അതിനുശേഷം നമുക്ക് ഇതിനെ എടുത്തിട്ട് ഉരുക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ല നെയ്യ് കിട്ടുകയുള്ളൂ. അപ്പോൾ പാത്രത്തിലൊക്കെ പറ്റിപ്പിടിച്ച് പാത്രമൊക്കെ മുഴുവൻ വൃത്തികേടാവാതിരിക്കാനാണ് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ വെണ്ണ മുഴുവനായിട്ട് മാറ്റിയെടുത്തു കഴിഞ്ഞു. ബാക്കി വന്നിട്ടുള്ള മിൽക്കാണിത്. ഇതിലേക്ക് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് നമുക്കൊരു ദിവസം ഒന്ന് പുറത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തേക്ക് നല്ല മോരായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ബട്ടർ എങ്ങനെയാണ് ഉരുക്കിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ബട്ടർ ഉരുക്കിയെടുക്കാനായിട്ട്. ഇപ്പം പാൻ നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഇട്ട ഉടനെ തന്നെ ബട്ടർ നന്നായിട്ട് ഉരുക്കി വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്ക് വെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അത് കഴിഞ്ഞിട്ട് വെണ്ണയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ നേരത്താണ് നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ മേലേക്ക് ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. നെയ്യാണെങ്കിൽ ഇവിടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇനി ഇത് അധികം നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട, കരിഞ്ഞു പോകും. നമുക്ക് ഗ്യാസ് ഇപ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് 1-2 മിനിറ്റ് കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് ഒഴിക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി തുടച്ച് ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ബൗൾ ആയിരിക്കണം. അതിന് മേലേക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം.
അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.